ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. ഇനി പറ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു, ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി. അപ്പൊ ശരിയാണ്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാള അരവിന്ദൻ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെയുള്ള പലരും ഉണ്ട്. അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട്. ഈ ക്യാരക്ടറിൽ ചേട്ടനല്ലാതെ മറ്റൊരാൾ അഭിനയിക്കാൻ നിക്കത്തില്ല എന്ന് വരെ പറഞ്ഞ ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മുഖം മാറിയതായിട്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടു. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അതെനിക്ക് പ്രശ്നമല്ല, അത് തെളിയേണ്ട കാര്യമാണ്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. വ്യക്തിപരമായിട്ട് ആർക്കും അദ്ദേഹത്തിനോട് ദേഷ്യമില്ലല്ലോ. ഒരു സംഘടനയാകുമ്പോൾ ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്കിരിക്കില്ലോ സാർ. അതിന് ഒരുപാട് നിയമങ്ങളും അതിനൊരുപാട് നിയമാവലികളും ഉണ്ട്. ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴില് നിഷേധിക്കലാണോ, ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം? അതാണോ അവരുടെ നയം? സത്യവും മര്യാദയും കൊണ്ടുകിടന്ന ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നമ്മളുടെ സംഘടനയിൽ വന്ന് ചേരാൻ പറയുന്നത്. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് ആർക്കിട്ട് തട്ടാനല്ലേ? അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ. അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു. ഈ കാര്യത്തില് ശരിയായുടെ ഭാഗത്താ. അതാണൊരു പേടി. അല്ല, പേടിയല്ല, ഒരു ഭയം. ഭയം. എനിക്ക് തോന്നുന്നത് കേമാറ്റം പറ്റിയെന്ന് തിലകൻ ചേട്ടന്റെ ആത്മാവാണ് സംശയം. അദ്ദേഹം തിരിച്ചു വന്നതുപോലെ സത്യം തന്നെയാണ്. കാരണം അദ്ദേഹം ഇത് വളരെ മുന്നേ വിരൽ കൂടി പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള കുറച്ചൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, കൃത്യമായ എണ്ണം വരെ അദ്ദേഹം പറഞ്ഞതാണ്. ആ സംഭവം ഇവിടെ ശക്തമാണ്, ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണ്. എന്നോടെ ഇതൊന്നും കേൾക്കാനും കാണാനും അധികം ഇല്ലാണ്ട് പോയല്ലേ. സത്യം തെളിയിക്കാൻ ശാസ്ത്രവിധികളുണ്ട്, അത് തെളിയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ദൈവം തന്ന നാവുകൊണ്ട് ആ സത്യം പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്.